PR അനൂപിലേക്ക് പോകുന്നു. അനൂപ്, ഇപ്പോൾ 22ാമത്തെ ദിവസമാണ് ഇന്നേക്ക്. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ആഭ്യന്തരമന്ത്രി വന്നിട്ടില്ല. ഇന്നും പാർലമെന്റിനകത്ത് പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു, സഭാസ്തംഭനമായിരുന്നു. അപ്പോൾ സഭ സമ്മേളിക്കാത്തതിന്, സഭയിലെ നടപടിക്രമങ്ങൾ കൃത്യമായി നടപ്പാക്കാത്തതിന് കൃത്യമായും അത് പ്രതിപക്ഷത്തിന്റെ പ്രശ്നമാണ്, പ്രതിപക്ഷമുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നമാണ് എന്നാണ് ഭരണപക്ഷം ആവർത്തിക്കുന്നത്. ഇന്നും ഉണ്ടായിരിക്കുന്ന സഭാ നടപടികൾ സഭയിലെത്തുമെന്ന് പറഞ്ഞിരുന്ന ഉറപ്പ് പാലിക്കാതിരിക്കൽ, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ച് അസാധാരണമായ സ്ഥിതിവിശേഷമാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ചില വിദ്യാർത്ഥികൾ കോളേജിലേക്ക് വന്ന് ക്ലാസ്സിൽ കയറാതിരിക്കുന്നത് പോലെ പാർലമെൻറ്റിലെ പരിസര പ്രദേശങ്ങൾ കറങ്ങി നടക്കുകയും എന്നാൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാതിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ പ്രതിപക്ഷത്ത് ഉന്നയിക്കുകയാണ്. അപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലൊക്കെ BJPയുടെ പ്രതിനിധികൾ ഉന്നയിച്ച വാദങ്ങൾ വളരെ അതിശയകരമാണ്. അമിത്ഷായെ കാണണമെങ്കിൽ നിങ്ങൾ TV നോക്കിയാൽ മതി. അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്, പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പാർലമെൻറ്റിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. അപ്പോൾ പോലും BJP ഉന്നയിക്കുന്ന അതിശയകരമായ വാദം, നിങ്ങൾ ഈ ബഹളങ്ങൾ നിർത്തിവെക്കൂ, എന്നാൽ അമിത്ഷാ വരുമെന്നാണ്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന വളരെ ചൈൽഡിഷായ, ബാലിശമായ വാദമുഖങ്ങളാണ് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷി ഉന്നയിക്കുന്നത്. ഇവിടെ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തിയാൽ, പ്രതിപക്ഷം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറിയാൽ, ഞങ്ങൾ ഈ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മുന്നുപാധിയാണ്, ഒരു പ്രീ കണ്ടീഷനാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ കൃത്യമാണ്. രാജ്യത്തെ ഭരണ സംവിധാനത്തോടുള്ള ബഹുമാനമില്ലായ്മയിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല അത്. ഇത്ര ദിവസമായി ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നു, അമിത്ഷായെ പോലൊരാൾ പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ചർച്ച പറയുന്നത് പോലെ അമിത്ഷാ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് ഒളിവിൽ നിന്ന് പുറത്തു വരാനാണ് രാജ്യത്തെ പ്രതിപക്ഷം മാത്രമല്ല, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ, ജൻസി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ എത്ര കാലം ഈ ഒളിച്ചിരിക്കൽ തുടരാൻ കഴിയുമെന്നാണ് അമിത്ഷായും BJPയും വിചാരിക്കുന്നത്? രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് എന്നേക്കുമായി ഓടി ഒളിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.